ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമുണ്ട്. എല്ലാവർക്കും ലയാസ് കിച്ചൻ വേൾഡ് ഓഫ് ആനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവെക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ സോയ ചങ്ക് റെസിപ്പിയുമായിട്ടാണ്. സാധാരണ രീതിയിൽ സോയ എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. ഇതൊരു സ്പെഷ്യൽ ഫ്രൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് സോയ ചങ്കിലേക്ക് പുരട്ടാൻ ആവശ്യമായ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കാൻ കാര്യം നമ്മുടെ സോയയിലോട്ട് ആ മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്കാണെങ്കിൽ കോൺഫ്ലവർ മാത്രം ചേർത്താൽ മതിയാകും. അതിന് ശേഷം ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളം തീരെ ചേർക്കണില്ല. ഈ മുട്ടയുടെ ആ ഒരു നനവിലേക്ക് മസാലക്കൂട്ട് പിടിച്ചെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഒരുപാട് ഇടണ്ട. നമ്മൾ സോയ ചങ്ക് ഉപ്പ് ചേർത്തിട്ടാണ് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെള്ളം കളഞ്ഞതിന് ശേഷം രണ്ടാമത് 2 തവണ തണുത്ത വെള്ളത്തിൽ കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ആ ഈ മസാലക്കൂട്ടിലേക്ക് സോയ ചങ്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പിടിക്കുന്ന പോലെ മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഈ മസാലക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ സോയയുടെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മസാല സോയയുടെ ഉള്ളിലേക്ക് വരും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ സോയ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മസാല തീരെ പിടിക്കാറില്ല. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ മസാലയിൽ പുരട്ടുന്ന പോലെ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മളിത് വറുത്തെടുക്കണം. ഞാൻ വലിയ സോയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് കഷ്ണിച്ചെടുക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അല്ല, മസാല പിടിക്കാൻ ഇത്രയും വലിപ്പം വേണ്ടാത്തവർക്ക് വീണ്ടും പകുതിയായിട്ട് മുറിച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ 15 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈങ് പാനിലേക്ക് ഈ സോയ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മസാല തയ്യാറാക്കുകയാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് വലിയ ഫ്രൈങ് പാൻ ആയതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നേരത്തെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ആ മസാല നന്നായിട്ട് സോയയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് എണ്ണ കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ 2 സൈഡും നല്ല ക്രിസ്പിട്ട് മുരിഞ്ഞ് വരണം. എന്നാലേ അതിൻ്റെ ഉള്ളിൽ ആ മസാല നന്നായിട്ട് വരുള്ളൂ. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പാനിൽ ഞാൻ എടുത്തേക്കുന്ന മസാല ഈ സോയ എല്ലാം ഒരുമിച്ച് ഇടാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ 2 തവണയായിട്ട് നിങ്ങൾ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇത് ഒരു 15 മിനിറ്റ് ഡീപ് ഫ്രൈ ചെയ്തതിന് ശേഷമുള്ള സോയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അത് നല്ല രീതിയിലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഡാർക്ക് ബ്രൗൺ കളർ ആയതിനു ശേഷം ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പുറവശം നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മളതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. നന്നായിട്ട് മാറ്റിയതിന് ശേഷം ഇനി ഇത് നമുക്കിടാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. കാരണം ബീഫ് റോസ്റ്റ് പോലെ തന്നെയാണ് ഈ മസാലയെ നമുക്ക് തയ്യാറാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ആവശ്യമായി നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ട കാര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. എണ്ണയുടെ കുറച്ചുണ്ട്, അതിലേക്ക് ഞാൻ അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് ചൂടായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ. അത് നന്നായിട്ട് ഫ്രൈ ആയി ജസ്റ്റ് നന്നായിട്ടൊന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന സവാള കഷ്ണിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ സവാള മുറിച്ചെടുത്തിട്ടുള്ളത്, ചെറിയ ക്യൂബ്സായിട്ട്. അപ്പോൾ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ
അല്പം എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അത് കുറച്ച് നമ്മൾ ചേർക്കുന്ന സമയത്ത് അല്പം ഉപ്പ് ചേർക്കുകയാണ്, കാരണം ഒരുപാട് ഉപ്പ് ആയി പോകരുത്. നമ്മൾ നേരത്തെ ചേർത്ത സോയയിൽ ഉപ്പുണ്ട്, പിന്നെ നമ്മൾ സോയ ഫ്രൈ ചെയ്യാൻ എടുത്തുള്ള മസാലയിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഉപ്പായി പോകരുത്, വളരെ കുറച്ച് ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് സവോള വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി പോകരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ ഇടാം, അത്രയും വേണ്ടാത്തവർക്ക് 1/2 ടീസ്പൂൺ ഇടാം. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. കാരണം നമ്മൾ എപ്പോഴും മസാല ഇടുന്ന സമയത്ത് മസാല കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് അല്പം പോലും രുചി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന സമയത്ത് മസാല തീ നന്നായിട്ട് കുറച്ചിട്ട് ഇടണം കേട്ടോ. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിനുള്ള ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. ആ ടൊമാറ്റോ ഇതിലിട്ട് ജസ്റ്റ് ഒന്ന്, ഒരുപാട് സമയം വേണ്ട, ജസ്റ്റ് അതൊന്ന് ഉള്ളൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ഇതിപ്പോൾ നോക്കിക്കേ, ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ വാടി വരും കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്കുണ്ടല്ലോ, സോയ ചങ്ക് ചേർക്കണം. അതിന് മുന്നേ അതിലേക്ക് നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം വേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. കാരണം ഈ മസാല ഫുള്ളൊന്ന് നല്ല രീതിയിലൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിക്കായി വന്നതിന് ശേഷം നമ്മൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചാറൊന്ന് അല്പം ഒന്ന് കുറുകി വരണം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന സോയ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോയ ഇട്ട് കൊടുക്കുമ്പോൾ ഓൾറെഡി ഈ മസാല അത്യാവശ്യത്തിനൊന്ന് കുറുകിയിട്ടും ഉണ്ടാവും. നമ്മുടെ സോയയിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൈ ചെയ്തല്ലേ സോയ വെച്ചേക്കുന്നത്. അപ്പോൾ ആ സോയ ഈ ഒരു മസാലക്കൂട്ടിലിരുന്നിട്ട് പിന്നെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടിരിക്കും. പിന്നെ നമ്മളതിലേക്ക് അല്പം ഇടയ്ക്കൊരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ കടിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് നമ്മൾ ഇടാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇതിലും ബീഫ് റോസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഞാൻ തേങ്ങാക്കൊത്തൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ എല്ലായിടത്തും മസാല പിടിച്ചിട്ടുണ്ട്. ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് പെറോട്ടയുടെ കൂടെയും ചപ്പാത്തി, അപ്പം, ദോശ അല്ലെങ്കിൽ ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കോംബോ ആണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം കാണിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ. ബൈ.